ഞാനൊന്ന് ചോദിച്ചാട്ടെ, നിങ്ങൾ ഈ പ്രായത്തിൽ ഇങ്ങനെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ എങ്ങനെയാ? 70 ഏറെയായാൽ 80 മാത്രം. നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. 70 ഏറെയായാൽ 80 മാത്രം. നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. ചുരുക്കത്തിൽ പറഞ്ഞ പ്രയാസമായല്ലേ? നാട്ടിലെങ്ങനെയാ? മക്കളൊക്കെ നോക്കുവോ? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അപ്പൊ മക്കളൊക്കെ ഇങ്ങനെയാ. ഇക്കണക്കിന് മരുമക്കൾ എങ്ങനെയായിരിക്കും? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ അമ്മായിയമ്മയെ കുറിച്ച് എന്നാ നിങ്ങളുടെ അഭിപ്രായം? ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടാ. ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടാ. ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ. നിങ്ങളുടെ ആഹാര രീതിയൊക്കെ എങ്ങനെയാ? ഞങ്ങൾക്ക് നിങ്ങളുടെ ഫുഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാ. ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എൻ്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്ത് വേല ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. അത്രയും സമാധാനം. ഞങ്ങളുടെ ട്രസ്റ്റിക്ക് ഏതായാലും സന്തോഷമാവും. ഒത്തിരി പൈസയൊന്നും മുടക്കണ്ടല്ലോ. അതൊക്കെ പോട്ടെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നിങ്ങളുടെയൊക്കെ ദേശം എവിടാ? എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. ആ, ഞങ്ങളും പരദേശികളൊക്കെ തന്നെയാ. ഞങ്ങളെക്കുറിച്ച് എന്ത് തോന്നുന്നു? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? ആ, അത് നേരാ. ഇതുപോലൊരു ജാതിയെ നിങ്ങൾ വേറെ കണ്ടു കാണത്തില്ലായിരിക്കും. അതൊക്കെ പോട്ടെ, നിങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളുടെ സെക്രട്ടറി തങ്കച്ചായനെ കണ്ടല്ലോ. പുള്ളിക്കാരൻ എന്നാ നിങ്ങളോട് പറഞ്ഞത്? എന്നു തീരും എൻ്റെ കഷ്ടം ഇന്നി മണ്ണിലേ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരും എൻ്റെ കഷ്ടം ഇന്നി മണ്ണിലേ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. ഞങ്ങളുടെ ട്രസ്റ്റി രാജേഷ് എന്നാ നിങ്ങളോട് പറഞ്ഞേ? ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. ഞങ്ങളുടെ അച്ഛനെ പരിചയപ്പെട്ടായിരുന്നോ? അച്ഛനെ പരിചയപ്പെട്ടായിരുന്നോ നിങ്ങള്? ഏതച്ഛനാ നമ്മുടേത്? ഓ, നമ്മുടെ തോമസ് അച്ഛൻ, തോമസ് മണിമല, ചിങ്ങാനംകാരന്. ഏറെ നാളായി കാൺമനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ. ഏറെ നാളായി കാൺമനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ. മതി മതി, അമ്മായി കണ്ടാ തെറ്റിദ്ധരിക്കും. കൊച്ചമ്മ അങ്ങനെ തെറ്റിദ്ധരിക്കുമൊന്നും പോകുന്നില്ല. പോട്ടെ, കൊച്ചമ്മയെ പരിചയമുണ്ടോ? സാറയോടപറാ
ദയ ചെയ്തിടണമേ. ഞങ്ങളുടെ വരുമാനമൊന്നും ഇപ്പം അങ്ങോട്ട് ഉയരുന്നില്ല. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഭാരതത്തിൽ നിന്ന് വന്ന നിങ്ങൾക്ക് ഇവിടെ കൂടാനാണോ അതോ തിരിച്ചങ്ങോട്ട് പോകാനാണോ നിങ്ങൾക്ക് ആഗ്രഹം? പദം പദം മുറച്ചു നാം ക്രൂശുമേന്തി പോകണം. ജീവനെങ്കിൽ ജീവൻ വെച്ച്